ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ പൂർണ്ണമായി നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിക്കവെയാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റിന് നൽകാത്തതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ ദേവൻ്റേതാണെന്നും ദേവസ്വം ഭരണസമിതി വെറും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കണക്കുകൾ ലഭ്യമാക്കാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലാകുമെന്നും ഓഡിറ്റിംഗ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി ഭരണസമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. എല്ലാ വർഷവും ജൂൺ 30-നകം ദേവസ്വത്തിൻ്റെ സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിയമപ്രകാരം അനുവദനീയമായ കാര്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം ഫണ്ട് ചെലവഴിക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2023-24, 2024-25, 2025-26 സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക കണക്കുകൾ ദേവസ്വം ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്ന് ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്കുകൾ മാത്രമാണ് പൂർത്തിയായതെന്നും ഓഡിറ്റ് വിഭാഗം വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ദേവസ്വത്തിന് 65 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. ഇതിൽ 37 എണ്ണം സജീവമാണ്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈമാറാത്തത് ഓഡിറ്റ് നടപടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. സാമ്പത്തിക വർഷം അവസാനിച്ച് 15 ദിവസത്തിനകം കണക്കുകൾ കൈമാറുന്നതാണ് സാധാരണ നടപടിക്രമം. എന്നാൽ ഈ സമയപരിധി പോലും പാലിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 1 രൂപയുടെ ഇടപാടാണെങ്കിൽ പോലും അത് കണക്കിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ പണമിടപാടുകളുടെ വിവരങ്ങൾ തേടിയതിനെ തുടർന്ന് തങ്ങൾക്കെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ക്രിമിനൽ കേസ് നൽകിയെന്നും എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. ഓഡിറ്റ് വിഭാഗവും ദേവസ്വം ഭരണകൂടവും തമ്മിൽ കൃത്യമായ ആശയവിനിമയവും ഏകോപനവും ഇല്ലെന്ന് കോടതി വിലയിരുത്തി. ഇത് ഓഡിറ്റിംഗ് നടപടികളെ ബാധിച്ചതായും വാർഷിക കണക്കുകൾ അന്തിമമാക്കുന്നതിലെ കാലതാമസം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിലവിലുള്ള ന്യൂനതകൾ പരിഹരിച്ച ദേവസ്വത്തിൻ്റെ മുഴുവൻ കണക്കുകളും ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ മറുപടി സമർപ്പിക്കാൻ ദേവസ്വത്തിന് 10 ദിവസത്തെ സാവകാശവും ഹൈക്കോടതി അനുവദിച്ചു. മീഡിയ ടൈം, കൊച്ചി.